ആമീൻ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം സ്ലീഹന്മാരുടെ മേൽ വന്നിറങ്ങിയതുപോലെ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരിൽ ഇറങ്ങി ആവസിച്ചതുപോലെ നമ്മിലും മാമോദീസ വഴിയും മൂറോൻ വഴിയും ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവുമെല്ലാം പുതുക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്ന ദൈവിക കൃപകളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: റൂഹോ ആസാർ ദ സൊബിയോ നൊഷ്ബോ എന്ന് പറഞ്ഞാൽ കാറ്റ് അതിനിഷ്ടമുള്ള സ്ഥലത്തേക്ക് വീശുന്നു. കോലോ ഷൊമാത്ത്, നിങ്ങളതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഏലോ ലോ യോദാത്ത് ഐമേക്കോ ഉസിയോ, അന്ന് എവിടെ നിന്ന് വരുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാ, എവിടേക്ക് പോകുന്നുവെന്നും അറിഞ്ഞുകൂടാ. കാറ്റിൻ്റെ പ്രത്യേകത ഏതാണ്? റൂഹോ എന്ന വാക്കാണ് കാറ്റ് എന്നതിന് സുറിയാനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റൂഹോ. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. അപ്പോൾ ആത്മാവ് എന്ന വാക്കിനും കാറ്റ് എന്ന വാക്കിനും സുറിയാനിയിൽ റൂഹ എന്നാണ് പറയുന്നത്. അപ്പോൾ റൂഹ എവിടെ നിന്ന് വരുന്നു അറിഞ്ഞുകൂടാ, റൂഹ എങ്ങോട്ടേക്ക് പോകുന്നു എന്നും അറിഞ്ഞുകൂടാ. ഇതുപോലെയാണ് പരിശുദ്ധ റൂഹായിൽ ജനിക്കുന്ന ഒരുവൻ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം പരിശുദ്ധ റൂഹായാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. പെന്തിക്കോസ്തി പെരുന്നാളിന് ഒരുങ്ങുമ്പോൾ പെന്തിക്കോസ്തി ശുശ്രൂഷകളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പെന്തിക്കോസ്തി ശുശ്രൂഷ മുട്ടുകുത്തലിൻ്റെ ക്രമം 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. 1-ാമത്തെ ഭാഗം പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. 2-ാമത്തെ ഭാഗം പുത്രനോടുള്ള പ്രാർത്ഥനയാണ്. 3-ാമത്തെ ഭാഗം പരിശുദ്ധ റൂഹായോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ക്രമത്തിൽ, ആരാധനാക്രമത്തിൽ നമ്മൾ കാണുന്നത് ആദ്യം സ്ലുസോദ് ഷൂറോയോ അഥവാ പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. തുടർന്ന് ഒരു എനിയോനോ വരും, ഒരു ഗാനമായി. തുടർന്ന് കോനൂനോ യൗനോയോ എന്ന് പറയും. അപ്പോൾ ഒന്നുകിൽ ഒരു ഭാഗം, ഒരു ഗാന ശകലം പോലെ ഒരു ഭാഗം, ഒന്നുകിൽ സങ്കീർത്തനം അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഭാഗം. അതിനെ തുടർന്ന് അതിൻ്റെ ഗാനങ്ങൾ ആലപിക്കും. പിന്നെ പ്രൊമിയോനും സദറായും ഒക്കെ ഉണ്ട്. തുടർന്ന് കോലോ വരുന്നു, പിന്നെ യത്രോ ഉണ്ട്, തുടർന്ന് സൂമോറോയും, തുടർന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനാ ഭാഗങ്ങളും. അതിന് ശേഷമാണ് ഈ മുട്ടുകുത്തലിൻ്റെ ലുത്തിനിയ നടത്തിയതിന് ശേഷം പുരോഹിതൻ മുട്ടുകുത്തുന്നതായ സമയത്ത് രഹസ്യ പ്രാർത്ഥന നടത്തുകയും തുടർന്ന് മാനീസോ നടത്തി പ്രാർത്ഥിച്ച ആ വെള്ളം അതെല്ലാവരുടെയും മേൽ തളിക്കുകയും ചെയ്യുന്നതാണ് ഓരോ ശുശ്രൂഷയുടെയും ക്രമം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ഒന്ന് കോനോനോ യൗനോയോ എന്ന ഭാഗം, അതും അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥ വായനകളെയും കുറിച്ചാണ്. കോനോനോ യൗനോയോ 1-ാമത്തെ ക്രമത്തിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 21-ാമത്തെ തിരുവചനമാണ് ആദ്യത്തേത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോശയുടെ കീർത്തനമാണ്. മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം ചെങ്കടലിൻ്റെ തീരത്തെത്തുന്നു. അപ്പോൾ തൊട്ടുപുറകെ ഫറവോനും ശത്രു സൈന്യവും ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ വലിയ ഒരത്ഭുതം നടക്കുകയാണ്. മോശയുടെ കൈകളാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് വെള്ളത്തെ 2ആയി മാറ്റി, ചെങ്കടലിനെ 2ആയി വിഭജിച്ചു. ഇവർ ചെങ്കടൽ കടന്നു. അതിനുശേഷം ശത്രു സൈന്യം ചെങ്കടലിൽ ആഴ്ന്നുപോയി. മോശ ദൈവജനത്തോടൊത്ത് കീർത്തനം പാടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രകൃതിയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ലിമിറ്റൊന്നുമില്ല, നമുക്ക് പരിധി വയ്ക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് സമൂഹമായി പ്രവർത്തിക്കും,
സഭയിൽ ഉറപ്പായും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവ് ഈ പ്രകൃതി ശക്തികളിലും പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ കടലിനെ രണ്ടായി വിഭജിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം പിതാവായ ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ആ ഭാഗമാണ് കോനോനോ യൗനോയിൽ നമ്മളുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. തുടർന്ന് രണ്ടാം ക്രമത്തിൽ ഈ കോനോനോ യൗനോയോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത്, അതായത് അവിടെ ഈ പുറപ്പാട് സംഭവത്തിൻ്റെ ആ ഭാഗവുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ശദ്രക്ക്, മേശക്ക്, മിശായേൽ ഇവർ 3 പേരും അവരുടെ ദൈവത്തെ സ്നേഹിക്കും. അതായത് 3 യുവാക്കന്മാരുടെ കീർത്തനം എന്ന പേരിൽ ഒരുപക്ഷെ അപ്പോക്രിഫൽ ആയിട്ടായിരിക്കും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഉള്ള ഒരു ഭാഗം. അവിടെ ഇതാ വലിയ അഗ്നിയുടെ മധ്യത്തിൽ ഈ 3 യുവാക്കന്മാരെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അഗ്നി യാതൊന്നും ചെയ്യുന്നില്ല, അഗ്നി ഇവരെ ദഹിപ്പിക്കുന്നില്ല. ഇവർക്ക് ഈ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവർ തിരിച്ചു വരുന്ന അത്ഭുത സംഭവം. അപ്പോൾ ആ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും മിശായേലിൻ്റെയും ദൈവത്തെ സ്തുതിക്കുവിൻ എന്നാണ് അവിടെ ഉള്ള പുത്രനോടുള്ള പ്രാർത്ഥന. അപ്പോൾ അവിടെ അദൃശ്യനായി കർത്താവ് പ്രത്യക്ഷപ്പെട്ട്, അല്ലെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇവരെ വലയം ചെയ്യണം, അഗ്നിയിൽ നിന്ന് സംരക്ഷിക്കുക. ഇവിടെയും നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലിമിറ്റില്ല. ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഭാഗമായ പരിശുദ്ധ റൂഹായോടുള്ള പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ക്രമം. ഒന്നാമത്തെ ക്രമം പിതാവായ ദൈവം, രണ്ടാമത്തെ ക്രമം പുത്രനായ ദൈവത്തോടുള്ള പ്രാർത്ഥന, മൂന്നാമത്തെ ക്രമം പരിശുദ്ധ റൂഹായോട് തന്നെയുള്ള പ്രാർത്ഥന. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നത് മൗർബോയാണ്, മാതാവിൻ്റെ സ്തോത്ര കീർത്തനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത, ദൈവാത്മാവ് പരിശുദ്ധ കന്യാമറിയാമിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാതാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ഭാഗം അതിങ്ങനെയാണ്: മറിയം പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. അവൻ തൻ്റെ ദാസിയുടെ വിനയത്തെ കടാക്ഷിച്ചു, ഇതുമുതൽ സർവ്വതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. അപ്പോൾ നമുക്ക് തോന്നും, പരിശുദ്ധ ദൈവമാതാവിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. കാരണം പരിശുദ്ധ റൂഹായോടുള്ള പ്രാർത്ഥനയാണ്. ഓർക്കണം, ഒന്ന് പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥന ഒന്നാം ഭാഗം, 2 പുത്രനായ ദൈവത്തോടുള്ള പ്രാർത്ഥന, മൂന്നാം ഭാഗം ഇതാ പരിശുദ്ധ റൂഹായായ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഈ കോനോനോ യൗനോയോയ്ക്ക് ഈക്വലൻ്റായിട്ട്, അതിന് പകരമായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ക്രമത്തിൽ മൗർബോയാണ്, മാതാവിൻ്റെ സ്തോത്ര കീർത്തനം. അപ്പോൾ മാതാവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിനെ നമ്മളും സ്വീകരിക്കുക എന്നാണ് പിതാക്കന്മാർ ഉദ്ദേശിച്ചത്. മാതാവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിറവും അഭിഷേകവുമെല്ലാം നമ്മിലേക്കും പകരപ്പെടും. അപ്പം അത് മാതാവിൻ്റെ സ്തോത്രഗീതം അവിടെ വാക്യപ്രതിവാക്യമായിട്ട് ആലപിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ഇടയ്ക്കുള്ള ഗാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നത്തെ ചിന്താവിഷയമായി ഈ ലിറ്റർജിക്കൽ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകളാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വായനകൾ നമ്മൾ സാധാരണ പഴയ നിയമത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. ശ്ലീഹ, അതായത് കാതോലിക ലേഖനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള വായന, തുടർന്ന് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നുള്ള വായന, തുടർന്ന് സുവിശേഷം. ഇത്രയുമാണ് വിശുദ്ധ ഗ്രന്ഥ വായന. അതിൽ ഒന്നാമത്തെ ക്രമത്തിൽ പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നത് 2 വായനകളാണ്. ഒന്ന് ആദ്യ പുസ്തകത്തിൽ 11-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യർ അവർ ഒറ്റ ഭാഷയാണ് ആദ്യം സംസാരിച്ചിരുന്നത്. അവരൊറ്റ ഭാഷ സംസാരിച്ചിരുന്നു. അവർ വളർന്നു, ഒരു വലിയൊരു ഗോപുരം പണിതു, ബാബേൽ ഗോപുരം. അപ്പോൾ ഗോപുരം ഇങ്ങനെ സ്വർഗം വരെ മുട്ടത്തക്കവണ്ണം പണിയണം എന്നാണ് അന്നത്തെ മനുഷ്യൻ്റെ ചിന്ത. അങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ അഹങ്കാരത്തെ നശിപ്പിക്കുകയാണ്. അത് ഭാഷകൾ ഭിന്നിപ്പിക്കുകയാണ്.
അപ്പോൾ ഒരു മനുഷ്യന് അടുത്ത മനുഷ്യൻ പറയുന്ന ഭാഷ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് ഭാഷകൾ ഭിന്നിപ്പിച്ചു. ഇതേ കർത്താവ് പെന്തിക്കോസ്ത് ദിവസം ഇറങ്ങി വന്ന് ഇതാ പുതിയ ഭാഷകൾ നൽകുകയാണ്. ലേശോനേത് നൂറോ എന്നാണ് സുറിയാനി പറയുന്നത്. നൂറോ എന്നാൽ അഗ്നി, ലേശോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഭാഷ, മറ്റൊന്ന് നാവ്. അപ്പോൾ അഗ്നി നാവുകളായി ഇറങ്ങി വരികയാണ് എന്ന് പറഞ്ഞാൽ ഭാഷയെ ശക്തിപ്പെടുത്തുകയാണ്. നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തീയായി മാറുകയാണ്, അല്ലെങ്കിൽ ഭാഷ അഗ്നിയായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം നാവിനെ ശക്തിപ്പെടുത്തുകയാണ്, നാവിന് തീയായി വിടുകയാണ്. എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും എന്ന് യെരമ്യാ പ്രവാചകനോടൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ വചനം അഗ്നി പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വാക്ക് അഗ്നിയാണ്. അതേ കൃപ കൊടുക്കുകയാണ് സാധാരണ ഒരു വ്യക്തികളിലേക്ക്, സ്ലീഹന്മാരിലേക്ക്. അതുകൊണ്ട് പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം കേട്ടപ്പോൾ അഗ്നിനാവുകളാണ് അവിടെ അഗ്നിയായിട്ടാണ് ഇറങ്ങി വരുന്നത്. വാക്കുകൾ പന്തമാണ്, പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുകളായതുകൊണ്ട് ഈ പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം കേട്ട് കേട്ടവരെല്ലാം മനസാന്തരത്തിലേക്ക് വരികയാണ്. അത് അവരുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കൊണ്ട് അവരുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തി അവർ കർത്താവിൽ വിശ്വസിച്ച് അവർ സഭയോട് ചേരുകയാണ്. പുതിയ സഭ, പുതിയ നിയമസഭയായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒന്നാമതായിട്ട് ആ ഭാഗം നമ്മൾ വായിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 24 മുതലുള്ള തിരുവചനം. അവിടെ നമ്മൾ കാണുന്നത് ശിംശോനെയാണ്. ശിംശോൻ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ന്യായാധിപനായ ശിംശോൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറയുകയാണ്, ശിംശോനും മാതാപിതാക്കന്മാർ നടന്നു പോവുകയാണ്. അപ്പോൾ ശിംശോൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബാലസിംഹം ചാടി. പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് അവനെ ശക്തിപ്പെടുത്തി. കർത്താവിൻ്റെ ആത്മാവിനവൻ ശക്തമായി ആവസിച്ചു. അവനിതാ ആ ബാലസിംഹത്തെ വലിച്ചു കീറി എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. അപ്പോൾ ഈ ശിംശോനിൽ നിറഞ്ഞു നിന്ന കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ച അതേ ആത്മാവ് നമ്മൾ സാധാരണ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന റൂഹ, പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന റൂഹ, നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനായ റൂഹ. അപ്പം ഏക വിശുദ്ധ റൂഹായെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അതായത് നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹ. അപ്പോൾ ശിംശോനിൽ ആവസിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മിലും വന്ന് നിറയുന്നു. അപ്പോൾ ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അവിടെ കാണും. പിന്നെ തുടർന്ന് നമ്മൾ ഈ ഒന്നാം ക്രമത്തിൽ നമ്മൾ കാണുന്നത് ശ്ലീഹ വായനയിൽ ഒന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ എഫേസോസിൽ വെച്ചുള്ള സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അഥവാ പ്രക്സീസ് 19-ാം അധ്യായത്തിലുള്ള ഭാഗമാണത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസോസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസമൊക്കെ സ്വീകരിച്ചല്ലോ, പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? പരിശുദ്ധാത്മാവിനെയൊക്കെ കൃപയൊക്കെ നിങ്ങൾക്കുണ്ടോ? അപ്പോൾ എഫേസോസിലുള്ളവർ പറയും, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയും. വളരെ അപ്പോൾ പിന്നെ നിങ്ങൾ മാമോദിസ സ്വീകരിച്ചതല്ലേ? അപ്പോൾ അവർ പറയും, ഞങ്ങൾ യോഹന്നാൻ്റെ മാമോദിസയാണ് സ്വീകരിച്ചത്. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധ റൂഹായെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ പൗലോസ് ശ്ലീഹ അവരുടെ മേൽ കൈകൾ വെച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ്. അതാണ് ഒരു ഭാഗം. ഈ രണ്ടാമത്തെ വായന എന്ന് പറയുന്നത് പൗലോസ് ശ്ലീഹ തന്നെ എഴുതുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചനം. പരിശുദ്ധ റൂഹായ്ക്ക് വിവിധ തരങ്ങളായ ദാനങ്ങളുണ്ട്. സുറിയാനിയിൽ മൗഹുബോസോ എന്നാണ് പറയുന്നത്. മൗഹുബോസോ, ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പറയുകയാണ്. പ്രവചന എന്ന് പറയുന്നൊരു വരം, അല്ലെങ്കിൽ ഭാഷകൾ, ഗിഫ്റ്റ് ഓഫ് ടങ്സ്, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, ഇതെല്ലാം പരിശുദ്ധ റൂഹായ്ക്കുണ്ട് എന്ന് ഇവിടെ പറയുകയാണ്. അതാണ് പൗലോസ് ശ്ലീഹ ഈ ഭാഗത്ത് പറയുന്നത്. തുടർന്ന് ഈ പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ സുവിശേഷ ഭാഗത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അതിൽ 14-ാം അധ്യായം
1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഒന്നാം ക്രമത്തിൽ വായിക്കുന്നത്. അപ്പോൾ 3 ക്രമമുണ്ട്. ആ 3 ക്രമങ്ങളിലും പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിരിക്കുന്ന ഏവങ്കേലിയോൻ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം ജീവൻ്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നു, പ്രകാശത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നു, വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നു. ആ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള അനേകം വെളിപ്പെടുത്തലുകൾ യോഹന്നാൻ ശ്ലീഹ നൽകുന്നു. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് ഒരു വ്യക്തി ഈ വായിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് എന്ന് പിതാക്കന്മാർ പറയാറുണ്ട്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ചഞ്ചലിക്കരുത്, നിങ്ങൾ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്നൊക്കെ കർത്താവ് പറയുന്ന ഭാഗമാണ്. അതിനുശേഷം കർത്താവ് ഒരു കാര്യം ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാമല്ലോ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ഒക്കെ പാലിക്കുകയാണെങ്കിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, എന്നിട്ട് അദ്ദേഹം നിങ്ങളോട് കൂടെ ഇരിക്കാൻ തക്കവണ്ണം മറ്റൊരു ആശ്വാസപ്രദനെ തരും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാർക്കലീത്തോ എന്നാണ്. പാർക്കലീത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസപ്രദൻ. അതിൻ്റെ മറ്റൊരു വേർഷൻ ഇതാണ്, സഹായകൻ. അപ്പം ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ നിങ്ങളെ സഹായിക്കാനായി, നിങ്ങളെ ആശ്വസിപ്പിക്കാനായി ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹായെ നിങ്ങൾക്ക് നൽകും എന്നുള്ള വാഗ്ദാനം. അത് പറയുമ്പോൾ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, ഈ ആശ്വാസപ്രദനെ, ഈ പരിശുദ്ധ റൂഹായെ ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ലോകത്തിൻ്റെ ആത്മാവ് വേറെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വേറെയാണ്. അപ്പോൾ ലോകത്തിന് ഇത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ആ രഹസ്യവും ഇവിടെ കർത്താവ് വെളിപ്പെടുത്തും. ഇനിയും 2-ാമത്തെ ക്രമം, പെന്തിക്കോസ്തി ശുശ്രൂഷയുടെ 2-ാമത്തെ ക്രമം പുത്രനായ ദൈവത്തോടുള്ള പ്രാർത്ഥനകളാണ്. ആ പുത്രനായ ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നിന്നുള്ള വായനകളാണ്. പഴയ നിയമത്തിലെ 1-ാമത്തെ വായന 2 രാജാക്കന്മാർ 2-ാം അധ്യായം 14 തൊട്ട് 17 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ ഏലീശ പ്രവാചകനെയാണ്. അപ്പോൾ ഏലീശ പ്രവാചകൻ ഏലിയാവിനെ വിട്ടു മാറുന്നില്ല, നടക്കുകയാണ്. അപ്പോൾ ഏലിയ പറയും, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ ഏലീശ പറയും, ഞാനും കൂടെ വരും. കാരണം ഏലിയ അന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള സന്ദേശം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയും, ഞാൻ യോർദാനിലേക്ക് പോവുകയാണ്. അപ്പോൾ പറയും, ഞാനും യോർദാനിലേക്ക് വരികയാണ് എന്ന് പറയും. അപ്പം ഏലീശ ഒരു കാര്യം പറയും, എനിക്കൊരു കാര്യം ആവശ്യമുണ്ട്. എന്താണെന്നറിയാമോ? അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്, അങ്ങയുടെ ആത്മാവിൻ്റെ ഏലിയാവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് തരണം. ഇതാണ് ഏലീശ പറയുന്നത്. ഉടനെ ഏലിയ പറയും, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, നീ കാണുമെങ്കിൽ നിനക്ക് ഉറപ്പിക്കാം, എന്നിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് നിനക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നടക്കുന്നതാണ്. അതായത് പത്രോസ് ശ്ലീഹായിൽ നിറങ്ങി നിന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് നമുക്ക് ചോദിക്കാം, ചോദിക്കുന്നതിന് കുറവൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹയിൽ നിറങ്ങി നിന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ ഭാഗമാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം കൂടി കാണിക്കുന്നുണ്ട്. അവിടെ ഈ ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് അടിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ യോർദാൻ 2ആയിട്ട് മാറും. അപ്പം അവിടെയുള്ളവർ പറയും, ഏലിയായുടെ ആത്മാവ് പ്രവർത്തിക്കും. ഏലിയായിൽ നിറങ്ങി നിന്ന അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഏലീശായിലുണ്ട് അവർ പറയുകയാണ്. ആ പ്രവാചക ഗണം, ചുറ്റുമുള്ള പ്രവാചക ഗണം പറയുന്നു. അപ്പോൾ ആ ഭാഗമാണത്. വീണ്ടും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 25 തൊട്ട് 32 വരെയുള്ള വായനയാണ്. ആ വായനയിൽ നമ്മൾ കാണുന്നത് എല്ലാ ജഡത്തിൻ്റെയും മേൽ ഞാൻ ആത്മാവിനെ പകരുമെന്നുള്ള പ്രവചനമാണ്. അന്ന് യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വരും എന്നുള്ള പ്രവചനം. അതാണ് പഴയ നിയമത്തിൽ നിന്നുള്ള വായന.
സ്ലീഹാ വായനയിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ ഭാഗം പ്രക്സിസ് അപ്പോസ്തല പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് 12 വരെ. ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധനായ പൗലോസ് സ്ലീഹ എഫെസോസിലാണ്. അപ്പം പൗലോസ് സ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന പൗലോസ് സ്ലീഹ. അപ്പം പൗലോസ് സ്ലീഹായിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല, അത് ഈ ശിഷ്യന്മാർ, പൗലോസിൻ്റെ ശിഷ്യന്മാർ രോഗികളുടെ മേൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് രോഗികൾ സുഖപ്പെടുന്നു. പൗലോസിൻ്റെ കയ്യിലിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസ് സ്ലീഹായിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ മാത്രമല്ല, പിന്നെയോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളിലൂടെ പരിശുദ്ധാത്മാ ശക്തി പ്രകടമാകുന്ന ഭാഗമാണ് അത്. ഇനിയും അവിടെ പൗലോസ് സ്ലീഹായുടെ ലേഖന വായന 1 കൊരിന്ത്യർ 14-26 തൊട്ട് 33 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ്. ഇനിയും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. അവിടെ നമ്മൾ കാണുന്നത് യേശു ആ ശമരിയാക്കാരി സ്ത്രീയോട് പറയുന്ന കാര്യമാണ്, ഇതാ ഞാൻ നൽകുന്ന ജലം നിത്യജീവനെ ഉൽപ്പാദിപ്പിക്കുന്ന നീരുറവയായി തീരും എന്ന് പറയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണ്, ജീവജലത്തിൻ്റെ അരുവി, നിത്യജീവനിലേക്ക് നയിക്കുന്ന ഉറവ, ഇതാണ് പരിശുദ്ധാത്മാ. ഈ ഒരു വെളിപ്പെടുത്തലാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇനിയും പ്രിയപ്പെട്ടവരെ, പെന്തിക്കോസ്തി ശുശ്രൂഷയുടെ അവസാനത്തെ ക്രമത്തിൽ നമ്മൾ കാണുന്ന വായനകൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ നിയമ വായനയിൽ നമ്മൾ കാണുന്നത് 1 സംഖ്യാപുസ്തകം 11-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യങ്ങളാണ്. അവിടെ മോശ തന്നെ ഇങ്ങനെ ഒത്തിരി ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോശയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മോശ പറയും, കർത്താവേ എനിക്ക് തന്നെ പറ്റുന്നില്ല. അപ്പം മോശയുടെ അമ്മായിയപ്പം പറയും, നിനക്ക് നീ ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും പകർന്നു കൊടുക്കുക. അതാ അപ്പോൾ 70 പേരെ വിളിക്കും. 70 പേർക്ക് മോശയിലുള്ള പരിശുദ്ധാത്മാവ് 70 പേർക്ക് പകർന്നു നൽകപ്പെടുകയാണ്. അപ്പോൾ അടുത്ത് വേറെ 2 പേരൂടെ പ്രവചിക്കും എന്ന് പറഞ്ഞാൽ 72 പേർക്ക് ഇതാ മോശയിൽ നിറങ്ങിയെന്ന പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു കൊടുക്കും. ഇതന്ന് സംഭവിച്ചെങ്കിൽ ഇന്നും സംഭവിക്കും. പരിശുദ്ധാത്മാ നിറവുള്ള വ്യക്തികളിൽ നിന്ന് എപ്പോഴും പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് പകരപ്പെടും എന്നതിൻ്റെ അടയാളമാണ് ഇത്. രണ്ടാമത് നമ്മൾ കാണുന്നത് 1 ശമൂവേൽ 10-ാം അധ്യായം 9 തൊട്ട് 15 വരെ. അവിടെ നമ്മൾ ശൗൽ രാജാവിനെ കാണിയാണ്. അപ്പോൾ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത ശമൂവേൽ. അപ്പോൾ ശൗൽ എന്നൊരു ആദ്യം ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഈ ശൗൽ പ്രവചിക്കാൻ തുടങ്ങണം. പരിശുദ്ധാത്മാവ് നിറവ് വന്നു. പരിശുദ്ധാത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. അവൾ ശൗൽ പ്രവചിക്കാൻ തുടങ്ങി. ഉടനെ എല്ലാവരും ചോദിച്ചു, ഇതെന്ത്, ശൗലും പ്രവാചകനായോ? ഒരു സാധാരണ മനുഷ്യനെ ദൈവം തൊടുമ്പോൾ, ദൈവം എടുത്തുപയോഗിക്കുമ്പോൾ ആ വ്യക്തി അസാധാരണ കൃപകളിലേക്ക് ഉയരും എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ സാധാരണ മനുഷ്യനെ അത് രൂപാന്തരപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി സ്ലീഹാ വായനയിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനങ്ങൾ. പെന്തിക്കോസ്തി ദിനം സമാഗതമായപ്പോൾ ശ്ലീഹന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ പരിശുദ്ധാത്മാവരുടെ മേലിറങ്ങി, അഗ്നിനാവുകളായി ഇറങ്ങി. ഈ പെന്തിക്കോസ്തി ക്രമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ് അഗ്നിനാവുകളായി ഇറങ്ങി. അപ്പോൾ നൂറോത് ലേശോനെ എന്ന് പറഞ്ഞാൽ അഗ്നിനാവുകളായിട്ടാണ് പരിശുദ്ധ അഗ്നിയാണ് ഇറങ്ങുന്നത്. ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരികയാണ് സ്ലീഹന്മാരിൽ. ഇതേ അഗ്നി നമ്മിലേക്ക് ഇറങ്ങി വരും. അത് വിശുദ്ധിയുടെ അഗ്നിയാണ്, അത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അതാണ് ഒന്ന്. രണ്ടാമത്തെ വായന 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1 തൊട്ട് 27 തിരുവചനങ്ങൾ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ഉം 14-ഉം ഈ 2 അധ്യായങ്ങളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായി പറയുന്ന ഭാഗങ്ങൾ. അതിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം മുഴുവനും തന്നെ, ഏകദേശം മുഴുവൻ തന്നെ നമ്മളന്ന് അത് വായിക്കും. ഇനി അതിൻ്റെ സുവിശേഷ വായന ഇതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ 15-ാം അധ്യായത്തിൽ നിന്നും 16-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ, അതാണ് സുവിശേഷമായിട്ട് വായിക്കുന്നത്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ഉത്ബോധിപ്പിക്കും.
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഉള്ള വ്യതിയാനം എന്ന് പറയുന്നത് അതുവരെയുള്ള കാഴ്ചപ്പാടുകൾ മാറും. അതുവരെ പാപത്തെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത്, എൻ്റെ പെരുമാറ്റത്തിൽ തെറ്റ് വന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവ്. ഇനി നീതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും പ്രയാസമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ഇതാണ് ദൈവഹിതം എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ആരംഭിക്കും. 3, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് പാപത്തിന് ശമ്പളമുണ്ട്, അതിന് അനന്തര ഫലങ്ങളുണ്ട് എന്നൊരു വ്യക്തി മനസ്സിലാക്കുവാനും പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും അല്ലെങ്കിൽ ന്യായവിധിയുണ്ട് എന്ന കാര്യം അത് ഗ്രഹിക്കുവാനും ഒക്കെ സാധിക്കുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വീണ്ടും കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്, സത്യസ്വരൂപനായ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സർവ്വത്തിലും നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും എന്നല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡൻസ് നൽകും, മാർഗനിർദ്ദേശം നൽകും എന്നുള്ള കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ വചനങ്ങളിലൂടെ. പിന്നെ ഒരു കാര്യം കൂടി പറയും, അവന് എനിക്ക് മഹിമയുണ്ടാക്കും, കാരണം എനിക്കുള്ളിൽ നിന്നെടുത്താണ് നിങ്ങളെ അറിയിക്കുന്നത്. അതായത് ദൈവമഹത്വമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് എന്നുള്ള ആത്മീയ രഹസ്യവും കർത്താവ് നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പെന്തിക്കോസ്തി ശുശ്രൂഷയിലെ ആരാധനാക്രമത്തിലുള്ള ദൈവവചന ഭാഗങ്ങൾ വളരെ ചുരുക്കമായി നിങ്ങളോട് പ്രതിപാദിക്കുവാൻ മാത്രമാണ് ഈ സമയമെടുത്ത്. കാത്തിരിപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാനിടയാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പുതിയ ഒരഭിഷേകം, പുതിയ കൃപകൾ നൽകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളിൽ മാത്രമല്ല, സഭ മുഴുവൻ, പരിശുദ്ധ സഭ മുഴുവനിലും ഒരു പുതിയ കൃപ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ കൃപ, ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകങ്ങൾ, ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ ബോധ്യങ്ങൾ നൽകുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിന് പരിധികളില്ല. ദൈവം അളവില്ലാതെയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ കൃപകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാത്തിരിപ്പ് ദിവസങ്ങളിലൂടെയും പെന്തിക്കോസ്തി ശുശ്രൂഷ, അതിൻ്റെ കൾമിനേഷനായ പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും.